ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം വാനു. അപ്പം നമുക്കിന്ന് ഒരു മീൻ കറി ഉണ്ടാക്കാം. ഇത് കേരമീനാട്ടോ. അപ്പം ഞാൻ ഈ കേരമീൻ വെച്ചിട്ട് ഒരച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെൻ്റെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് പോയി കാണണേ. അപ്പം ഞാൻ മീൻ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വിനാഗിരി ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമ്മുടെ മീനിൻ്റെ കുളുമ്പൊക്കെ ഒന്ന് പോയി കിട്ടും. മീൻ കറി വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ മീനൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് വരട്ടെ. അപ്പം ഞാൻ എൻ്റെ മീനൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അതിന് ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട. ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഴച്ചെടുത്താൽ പൊടി വേഗം കരിഞ്ഞു പോകില്ല കേട്ടോ. അതാട്ടോ ഞാൻ ഇങ്ങനെ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ചട്ടി വെച്ചിട്ട് ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായ കുടംപുളി ഇട്ട് കൊടുക്കാം. ഞാൻ കുടംപുളി ആട്ടോ എടുത്തേക്കണേ. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ തിളപ്പിച്ചെടുക്കട്ടെ. അപ്പം ഇങ്ങനെ ഉരുക്കിയിടുമ്പോൾ കഷ്ണങ്ങളിൽ വേഗം പിടിക്കും കേട്ടോ. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യം കുറച്ച് ഇഞ്ചി വേണം, കറിവേപ്പില വേണം, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഉലുവയും കടുവും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്, ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. ഇന്ന് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അത് ഞാനിതൊന്ന് വാങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചട്ടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കടുക് ഇടാറില്ല. അതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചുവന്നുള്ളി ചേർക്കാറില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പം നമ്മളിത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുഴച്ച് വെച്ചേക്കുന്ന മസാലയില്ലേ, അതിട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുത്ത് ആ മസാല ഇട്ട് കഴിയുമ്പോൾ ആ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകി ബാക്കി നമുക്ക് ഊറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മസാല എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് കഷ്ണം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ട് മൂടി വെക്കരുത് കേട്ടോ, തിളച്ച് പോകും. ഇന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയത് ഫ്ലെയിം സിമ്മിലാക്കി വെക്കാം കേട്ടോ.
അപ്പോൾ എന്നാലാണ് പുളി എരിവൊക്കെ ഇതിനകത്ത് പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ സിമ്പിളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ കറി എല്ലാം നമ്മുടെ ആവശ്യത്തിന് പറ്റി, വെള്ളമൊക്കെ പറ്റി എല്ലാം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.